പ്രിയപ്പെട്ട വെളിയൻകോട് മഹലിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് സ്നേഹപൂർവ്വം പറയട്ടെ, ജൂലൈ 7-ാം തീയതി മഹലിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എങ്ങനെയാണ് നാം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ആരെയും തൃപ്തിപ്പെടുത്താനോ പ്രീതിപ്പെടുത്താനോ അല്ല, മറിച്ച് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കുപ്രചരണങ്ങളും അഴിച്ചുവിട്ടവർക്കുമല്ല. കേവലം ഓരോ വ്യക്തികളെ തെരഞ്ഞെടുക്കേണ്ടതും അല്ല, നാം വിനിയോഗിക്കേണ്ടതും തെരഞ്ഞെടുക്കപ്പെടേണ്ടതും അർഹതപ്പെട്ടവരെ മാത്രമാണ്. ഭൗതികമായ ലക്ഷ്യം മാത്രമല്ല, മറിച്ച് ദുനിയാവിയായ കാര്യങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ച് ശർഈയായ കാര്യങ്ങളിൽ ഇടപെടുകയും മഹലിലെ വളർച്ചയോടൊപ്പം നാടിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നവരെയുമാണ് നാം തെരഞ്ഞെടുക്കേണ്ടത്. കുപ്രസിദ്ധിയോ കുലമഹിമയോ വാക്ക് സാമർത്ഥ്യമോ നാട്ടുപ്രമാണിയോ എന്നതിലല്ല മാനദണ്ഡം, മറിച്ച് ദീനിന്റെ വിധിവിലക്കുകൾ എന്താണെന്നും കുറച്ചെങ്കിലും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർ എന്നതിലായിരിക്കണം. വോട്ട് രേഖപ്പെടുത്തി നാം തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കണം, നാം തിരഞ്ഞെടുത്തത് അർഹതപ്പെട്ടവരെ തന്നെയാണോ? എങ്കിൽ തൃപ്തരായി നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. അല്ലെങ്കിൽ എല്ലാ സ്ഥാനമാനങ്ങളും അഴിച്ചുവെച്ച് ബന്ധങ്ങളെല്ലാം മുറിച്ച് മാറ്റപ്പെടുന്ന മരണശേഷം അനശ്വരമായ പാരത്രിക ജീവിതത്തിലേക്ക് ഒരിക്കൽ നമുക്ക് പോകേണ്ടി വരും. അപ്പോ നമ്മുടെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. നമ്മുടെ മനസ്സിന്റെ അംഗീകാരം അത് അർഹതപ്പെട്ടവർക്കാണ് നൽകിയത് എന്ന ആത്മസംതൃപ്തിയോടെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.